പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ ഇടയിലെ സാഹചര്യങ്ങളെ പഠിച്ച് ജീവിക്കുന്ന ഒരുപാട് അധികം ആൾക്കാരുണ്ട്. എൻ്റെ സാഹചര്യം അങ്ങനെ ആയിപ്പോയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത് എന്ന് പറയുന്നവരാണ് അധികം പേരും. അപ്പോഴേ നമുക്കൊരു കുടുംബത്തിലെ ഒരച്ഛനും അമ്മയ്ക്കും ഉണ്ടായ രണ്ട് മക്കളുടെ അവസ്ഥ ഒന്ന് നോക്കാം. ഇവിടെ ചേട്ടൻ്റെ അവസ്ഥയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അയാൾ ഒരു സ്ഥിരം മദ്യപാനിയാണ്. കിട്ടുന്ന പൈസ കൊണ്ടെല്ലാം അയാൾ മദ്യപിക്കും. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഭാര്യയും മക്കളെയൊക്കെ ഒരുപാട് ഉപദ്രവിക്കും. വീട്ടിലുള്ള സാധനങ്ങളെല്ലാം നശിപ്പിച്ചു കളയും. അയാളുടെ ഭാര്യയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി കൂലിവേലയൊക്കെ ചെയ്താണ് ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ അയാളുടെ അനിയനൊരാളുണ്ട്. അയാൾ വലിയ സമ്പന്നനാണ്. അയാളൊരു ബിസിനസ്സുകാരനാണ്. മാത്രമല്ല അയാൾക്ക് സമൂഹത്തിലൊക്കെ വലിയ വിലയും നിലയൊക്കെ ഉള്ള ആളാണ്. അയാൾ ഒരുപാട് ക്ലബ്ബുകളുടെയൊക്കെ ഭാരവാഹിയാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം അവരുടെ നാട്ടിലുള്ള ഒരാൾ ഈ മൂത്ത ആളിനോട് ചോദിച്ചു, ചേട്ടൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്? അന്നേരം അയാൾ പറഞ്ഞു, എൻ്റെ അച്ഛൻ ഒരു മദ്യപാനിയായിരുന്നു. എൻ്റെ അച്ഛൻ എല്ലാ ദിവസവും മദ്യപിച്ചിട്ട് വന്ന് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കും. അത് കണ്ടാണ് ഞങ്ങൾ വളർന്നത്. അതുകൊണ്ട് ഞാനും അതുപോലെ ആകുമല്ലാതെ പിന്നെ എങ്ങനെ മാറാനാണ്? എൻ്റെ സ്വഭാവം മാറത്തില്ല. ഞാനും അത് കണ്ടാണ് വളർന്നത്. അയാൾ രണ്ടാമത്തെ ആളിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, സാറേ, നിങ്ങൾ ഒരു വലിയ നിലയിലും ഒക്കെ എത്തിയ ആളാണല്ലോ, നിങ്ങൾ എങ്ങനെയാണ് ഈ അവസ്ഥയിലെത്തിയത്? അപ്പം അനിയനായിട്ടുള്ള ആൾ പറഞ്ഞു, ഞാൻ വളർന്നത് എൻ്റെ അച്ഛൻ്റെ ജീവിത രീതി കണ്ടാണ്. അച്ഛൻ ഒരു വലിയ മദ്യപാനിയായിരുന്നു. എല്ലാ ദിവസവും അച്ഛൻ മദ്യപിച്ചിട്ട് വന്നിട്ട് എൻ്റെ അമ്മയും ഞങ്ങളെയൊക്കെ ഉപദ്രവിക്കുമായിരുന്നു. വീട്ടിലുള്ള സാധനങ്ങളെല്ലാം അടിച്ചു പൊട്ടിക്കും. പല ദിവസങ്ങളും അച്ഛനെ ഭയന്ന് ഞങ്ങൾ ഒളിച്ചു വരെ ഇരിക്കാറുണ്ട്. അതാണ് എൻ്റെ കുട്ടിക്കാലം. അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് തന്നെ ഒരു പ്രതിജ്ഞ എടുത്തു, ഞാൻ ഒരിക്കലും അച്ഛനെ പോലെ ആകില്ല. ഞാൻ ഒരു സൽസ്വഭാവിയായിട്ടുള്ള ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കും എന്ന് ഞാൻ അന്ന് പ്രതിജ്ഞ എടുത്തിരുന്നു. ഞാൻ വളർന്നതും പഠിച്ചതുമൊക്കെ എനിക്ക് ആ ഒരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഈ നിലയിലേക്ക് എത്തി. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പം ഒരു വീട്ടിലെ തന്നെ രണ്ടുപേരുടെ സ്വഭാവമാണ് കണ്ടത്. രണ്ടുപേരുടെയും ഒരേ സാഹചര്യമാണ്. രണ്ടുപേരുടെയും വളർന്നത് മദ്യപാനിയായ അച്ഛൻ്റെ മക്കളായിട്ട് തന്നെയാണ്. എന്നാൽ മൂത്ത ആൾ അച്ഛൻ്റെ വഴി തന്നെ തിരഞ്ഞെടുത്തു. ഇളയ ആളാകട്ടെ അതിൽ നിന്ന് ഒരുപാട് പാഠം പഠിക്കുകയും അയാൾ അതൊരു ചലഞ്ചായിട്ട് ജീവിതത്തെ കണ്ട് അയാൾ ഒരു വലിയ ബിസിനസ്സുകാരനായി മാറുകയും ചെയ്തു. അപ്പം സാഹചര്യം ഒന്നുമല്ല നമ്മളെ ഇങ്ങനെയൊക്കെ ആക്കുന്നത്, നമ്മൾ തന്നെയാണ്. എല്ലാവർക്കും ശുഭദിനം.